നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒരുപോലെ വളർത്താൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ മണി പ്ലാന്റ്സ് എന്ന് പറയുന്നത്. പോത്തോസിന്റെ വെറൈറ്റീസ്. ഇതാണ് നമ്മുടെ ലക്കി ബാംബോ എന്ന് പറയുന്നത്. ചൈനക്കാർക്കൊക്കെ ഇതിൽ ഭയങ്കര വിശ്വാസമാണ്, മണി വരുമെന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ ഇതിന്റെ കളേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ, ലീഫൊക്കെ കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള ഒത്തിരി ആവശ്യക്കാരുള്ള ഒരു പ്ലാന്റും കൂടിയാണ് ഇത്. നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒരുപോലെ വളർത്താൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ മണി പ്ലാന്റ്സ് എന്ന് പറയുന്നത്. പോത്തോസിന്റെ വെറൈറ്റീസ്. പോത്തോസിന്റെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ഇപ്പോൾ നമ്മുടെ കളക്ഷൻസിലുണ്ട്. പോത്തോസിന്റെ എൻജോയ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇത്. നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്താം. ഷെയ്ഡാണ് ഇതിനാവശ്യം, കൂടുതൽ സൺലൈറ്റ് പാടില്ല. ഇപ്പോൾ വെള്ളത്തിൽ വളർത്തുന്നവർക്ക് വെള്ളത്തിൽ വളർത്താം. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാന്റ്. ഇത് നിയോൺ പോത്തോസ് ആണ്, നമ്മുടെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു മണി പ്ലാന്റിന്റെ വെറൈറ്റി. ഇതാണ് നമ്മളെല്ലാവരും കൂടുതലും വീട്ടിൽ വെള്ളത്തിലൊക്കെ ഇട്ട് വയ്ക്കുന്ന വെറൈറ്റി എന്ന് പറയുന്നത്. പോത്തോസിന്റെ വെറൈറ്റിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെറൈറ്റിയാണ് പോത്തോസ് മഞ്ജുള. കാരണം വേറെ ഒന്നുമല്ല, ഇതിന്റെ സാധാരണ ലീഫ് അല്ല, ഒരു ഹാർട്ട് ഷേപ്ഡ് പോലെയുള്ള ലീഫാണ്. അതുപോലെ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് പോത്തോസ് മഞ്ജുള എന്ന് പറയുന്നത്. പോത്തോസിന്റെ മാർബിൾ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്, കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണിത്. പോത്തോസിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ഈ പ്ലാന്റ് ഇപ്പോൾ ഇൻഡോർ ആയിട്ട് വളർത്തുകയാണെങ്കിൽ ഇതിന്റെ ലീഫ് കുഞ്ഞായിട്ട് തന്നെ ഇരിക്കും. അതേസമയം നമ്മൾ പുറത്ത് വലുതായിട്ട് വളർത്തുകയാണെങ്കിൽ വലിയ ലീഫായിട്ട് തന്നെ ഇത് വരും. ഇതാണ് നമ്മുടെ ലക്കി ബാംബോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഒത്തിരി കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ വീട്ടിലും ഓഫീസിലും അകത്ത് വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഒത്തിരി പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്, ഇത് വെച്ച് കഴിഞ്ഞാൽ മണി വരുമെന്നൊക്കെ. മണി പ്ലാന്റ് ആയിട്ടാണ് പറയുന്നത്. ചൈനക്കാർക്കൊക്കെ ഇതിൽ ഭയങ്കര വിശ്വാസമാണ്, മണി വരുമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊരു ലക്കി പ്ലാന്റ് ആയിട്ടാണ് എല്ലാവരും കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത്. വീട്ടിലേക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ടും, അതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ ഒരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ലക്കി ബാംബോ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ഇതുപോലെ വെള്ളത്തിലും വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് മണ്ണിൽ നടാവുന്നതാണ്. മണ്ണിൽ നട്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ഗ്രോത്ത് ഉണ്ടാവും. വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ പതുക്കെ ഗ്രോത്ത് കാണിക്കത്തുള്ളൂ. നമ്മൾ ലക്കി ബാംബു പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു ലക്കി പ്ലാന്റ് ആണ് ജെയ്ഡ് എന്ന് പറയുന്നത്. ലക്കി ജെയ്ഡ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇതും വളരെ കുഞ്ഞ് ലീവ്സ് ആണ് വരുന്നത്. ഇതിൻ്റെ തന്നെ വെരിഗേറ്റഡ് ആയിട്ടുള്ള വെറൈറ്റി ഉണ്ട്. ഇത് ഇച്ചിരി കെയർ വേണ്ടുന്ന പ്ലാന്റ് ആണ്. ഇപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇതിൽ ഇലയൊന്നും കാണത്തില്ല, പെട്ടെന്ന് ഇലയൊക്കെ കൊഴിഞ്ഞു പോകും. ഇച്ചിരി കെയർ വേണം. അങ്ങനെയുള്ള പ്ലാന്റ് ആണ് നമ്മുടെ ജെയ്ഡ് പ്ലാന്റ് എന്ന് പറയുന്നത്. മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള ഫേണാണ് നമ്മുടെ ഈ പീക്കോക്ക് പോലെ ഇരിക്കുന്ന ഈ ഫേൺ എന്ന് പറയുന്നത്. ഇതിന് കൂടുതലും വാട്ടർ ലവിങ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. വെള്ളമില്ലെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുപോലെ ഇതിൻ്റെ കളേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ, ലീഫൊക്കെ കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള ഒത്തിരി ആവശ്യക്കാരുള്ള ഒരു പ്ലാന്റും കൂടിയാണ് ഇത്. നമുക്ക് കൂടുതലും വീടിനകത്തൊന്നും ഇത് വയ്ക്കാൻ പറ്റത്തില്ല. ഇച്ചിരി മോയിസ്റ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആവശ്യമുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഫേൺസ് എന്ന് പറയുന്നത്. നമ്മുടെ പോത്തോസിൻ്റെ വെറൈറ്റീസിൽ വെറൈറ്റി ആയിട്ടുള്ളൊരു ലീഫാണ് ഇതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ ചുരുങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് സ്ലീപ്പിംഗ് പോത്തോസ് എന്നാണ് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമുക്ക് നമ്മുടെ ടേബിളിലൊക്കെ ഒരു കുഞ്ഞു പ്ലാന്റ് ആയിട്ട് ലൈവ് പ്ലാന്റ് വയ്ക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് ഈ സ്ലീപ്പിംഗ് പോത്തോസ്. ഹായ് ഓൾ, വെറൈറ്റി ഗാർഡനിൽ നിന്ന് അനുവാണ്. നമ്മുടെ വെറൈറ്റി ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഒത്തിരി ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അതുപോലെ ഇൻഡോർ പ്ലാന്റ്സ്, അതുപോലെ 10 മണിയുടെ 100-ൽ പരം വെറൈറ്റീസ്, കോളിയസിൻ്റെ കളക്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ പ്ലാന്റ്സിന് പുറമെ നമ്മുടെ ഗാർഡന് വേണ്ടിയിട്ടുള്ള ആക്സസറീസ്, പോട്ട്, അതുപോലെ ഫെർട്ടിലൈസർ എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. അപ്പോൾ അതുപോലെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് വന്ന് വാങ്ങാം. നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൊറിയറായിട്ടും അയച്ചു തരുന്നതാണ്. നമ്മുടെ ഗാർഡൻ വന്നിട്ട് തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഇരുമ്പിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്.